ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. ഈ കൊലപാതക പരമ്പരകൾ നമ്മൾ ധാരാളമായി ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് കാണുന്ന രീതിയിലൊന്നുമല്ല നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ശാരീരികമായി ഉപദ്രവം ഏൽപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ധാരാളം കാണുന്നു. റാഗിങ്ങിന്റെ പേരിലൊക്കെ റാഗിങ്ങിന് സ്കൂൾ കുട്ടികളും അതേപോലെ കോളേജ് വിദ്യാർത്ഥികളും ഒക്കെ ധാരാളം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. റാഗിങ്ങിന്റെ പേരിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അവന് ബോധമില്ല, അവന്റെ സഹോദരനാണെന്ന് കാണേണ്ടവനെ അല്ലെ സഹോദരിയാണെന്ന് കാണേണ്ടവളെ അതുപോലെ ശാരീരികമായി ഉപദ്രവിക്കുകയാണ്. അത് നമ്മൾ ധാരാളമായിട്ട് കാണുന്നു. ഇവിടെ എല്ലാം നമുക്ക് മയക്കുമരുന്നിന്റെ സാന്നിധ്യം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ കൂട്ടക്കൊലകൾ നടക്കുന്നതിന്റെ പിന്നിലെല്ലാം മിക്കപ്പോഴും നമുക്ക് മയക്കുമരുന്നിന്റെ സ്വാധീനം അല്ലെങ്കിൽ മദ്യത്തിന്റെ സ്വാധീനം കാണാൻ കിട്ടും. ഇപ്പൊ ഇവിടെ ഈ അഫ്വാൻ എന്ന് പറയുന്ന ഈ കൊലപാതകം നടത്തിയ, അതായത് 5 പേരെ ദാരുണമായിട്ട് അടിച്ചു കൊലപ്പെടുത്തിയ അഫ്വാൻ 23-കാരൻ, അയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ വെളിവായിട്ടില്ല. അതാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കണം. കാരണം അയാളുടെ ഈ രോമം ഒക്കെ, അതായത് ഇത് എടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ച് മാത്രമേ ഇതിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് കാണാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് മയക്കുമരുന്നെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അയാൾ മുമ്പ് ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ വെളിവല്ല. ഉണ്ടാകാനാണ് സാധ്യത, നമുക്കറിയില്ല. പക്ഷേ മദ്യം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് വെളിയിൽ വന്നിട്ടുണ്ട്. കാരണം ഇയാൾ ഈ സംഭവത്തിനൊക്കെ ശേഷം, അതായത് ആദ്യത്തെ 3 പേരെ കൊലപ്പെടുത്തിയതിന് ശേഷം, അതായത് വല്യമ്മയെ, അതായത് വാപ്പാടെ ഉമ്മായെ പാങ്ങോട് പോയി കൊന്നു. അതിനുശേഷം അതൊക്കെ ഒരു 4-5 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. ഇതിന് അവിടെ പോയി ഇറങ്ങി പോയി റെഡിയാക്കി കൊന്നു. അവരുടെ കഴുത്തേന്ന് അവരുടെ മാല എടുത്തുകൊണ്ട് നേരെ ഇങ്ങി വന്ന് വെളി വന്നു പോയി. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ട് അയാളുടെ പിതൃ സഹോദരനെ, അതായത് പിതാവിന്റെ ജ്യേഷ്ഠനെ ലത്തീഫ്, അയാളുടെ ഭാര്യയും ദാരുണമായിട്ട് അടിച്ചു കൊലപ്പെടുത്തിയതാണ്. അയാൾക്കൊന്ന് പ്രതികരിക്കാൻ പോലും പറ്റിയില്ല, ശബ്ദിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അയാളെ അടിച്ചു. ഏതാണ്ട് 22 അടിയങ്ങണ്ടാണ് അയാളുടെ തലയിൽ അടിച്ചേക്കുന്നത്. ആ അടിച്ചിട്ട് മാത്രമല്ല, ചുറ്റിയുടെ ആ മൂർച്ചയുള്ള ഭാഗമുണ്ട്. അതുകൊണ്ട് അത് കിഴിഞ്ഞ് തലച്ചോറിലേക്ക് കയറിയിട്ടുണ്ട് പലയിടത്തും. ആ രീതിയിൽ ഉപദ്രവിക്കുകയാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ സ്വബുദ്ധിയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നതാണോന്നൊരു സംശയം വരും നമുക്ക്. ഇവൻ ഭ്രാന്തനല്ല, അവന്റെ മാനസിക നിലയ്ക്ക് യാതൊരു തകരാറുമില്ല എന്ന് ഡോക്ടേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുഴപ്പമുള്ളതല്ല, ഭ്രാന്തില്ല, ഒന്നുമില്ല. നേരത്തെ ഭ്രാന്തുള്ളതായിട്ടുള്ള അതിനുള്ള ചികിത്സയൊന്നും കഴിഞ്ഞിട്ടില്ല, മാനസിക രോഗം ഉള്ളതായിട്ടും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവന്റെ മാതാവിനെ ആദ്യം ഷാള് മുറുക്കി അവരെ താഴെയിട്ട് അവർ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കി കരുതിയാണ് അവൻ പോയത്. അവരെ എന്നിട്ട് മുറിയിലിട്ട് പൂട്ടിയിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ അവർക്ക് ജീവനുള്ളതെന്ന് കണ്ട ഉടനെ അവരെ ഇതുപോലെ അങ്ങ് ഉപദ്രവിക്കുകയാണ്. അത് അവന്റെ മൊഴിയിലുണ്ട്, അവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന്റെ മൊഴി കൊണ്ട് യാതൊരു കാര്യവുമില്ല. അവന്റെ മൊഴി പോലീസിനോട് പറയുന്ന മൊഴിക്ക് യാതൊരു വിലയില്ല. അവൻ പറയുന്നതിന് അതൊരു കൺഫെഷനായിട്ട് എടുക്കത്തില്ല. അവന്റെ മൊഴിക്ക് വില വരണമെങ്കിൽ മജിസ്ട്രേറ്റ് നിയമാനുസരണം പഴയ 164 എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച്, അതുപോലെ BNSS ഇപ്പോൾ അതിന് വേറെ തത്തുല്യമായ പ്രൊവിഷൻ ഉണ്ട്. അതനുസരിച്ച് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ മൊഴിക്ക് വിലയുള്ളൂ. ഇല്ലെങ്കിൽ അതിന് വിലയില്ല. അത് യഥാർത്ഥ കുറ്റസമ്മത മൊഴിയാവുള്ളൂ. അതുകൊണ്ട് അതിന് തെളിവ് ശേഖരിക്കേണ്ട ബാധ്യതയുണ്ട് പോലീസിന്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇവ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ഇതറിയാവുന്ന ആരും ജീവിച്ചിരിപ്പില്ല. ഇരിക്കുന്നതുണ്ട് അവൻ്റെ ഉമ്മ. പക്ഷെ അവൻ്റെ ഉമ്മ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അത്
മാതൃത്വമാണ് അത്. അവരെ കൊല്ലാൻ പോയി, അവരെ ആദ്യം ഇതുപോലെ ആക്കി ഏതാണ്ട് തുല്യാക്കിയിട്ട് മരിക്കുന്നതിനായിട്ട് മൃതപ്രായമാക്കിയിട്ട് അവൻ പോയി. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊന്ന് ജീവനുണ്ടെന്ന് കണ്ടപ്പോൾ ഈ ചുറ്റിയിൽ വെച്ച് അടിക്കുകയാണ്, മുഖത്തെല്ലാം അടിച്ചു പൊട്ടിച്ചു, ബോണൊക്കെ പൊട്ടി. എന്നിട്ടും അവർ പറയുന്നത് എന്താണെന്നറിയോ, കട്ടിലേന്ന് താഴെ വീണ് പരിക്ക് പറ്റിയതാണ്. ഇതാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് മാതൃത്വമായിട്ട് നമ്മൾ കണക്കാക്കരുത്. യവനെ ഇനിയെങ്കിലും ഒരു ക്രിമിനലായിട്ട് തന്നെ അവൻ്റെ ജീവിതാന്ത്യം വരെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുണ്ടല്ലോ, ഈ മാതാവ് നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ കട്ടിലിൽ നിന്ന് വീണതാണ്. പക്ഷെ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് ബുദ്ധിമുട്ടാണ്, അത് ശരിയല്ല. അങ്ങനെ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഈ ഇവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ വളരെ ഓമനയായിട്ടുള്ള രണ്ടാമത്തെ കുട്ടി മരിച്ചില്ലേ, കൊല്ലപ്പെട്ടില്ലേ ഇവന്റെ കൈ കൊണ്ട്. അവനെ ആഹാരം കുഴിമന്തി വാങ്ങി കൊടുത്തതിന് ശേഷമാണ് ആ കുഞ്ഞിനെ കൊല്ലുന്നത്. വളരെ ഒരു പുഞ്ചിരിയോടുകൂടി പോകുന്ന ഒരു കുട്ടി, നല്ല തുടുത്തിരിക്കുന്ന ഒരു കുട്ടി അയാളെ കൊല്ലുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും റീസൺ ഇതിന് പുറകെ വേണ്ടേ? അപ്പൊ അവനെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 കൊലപാതകങ്ങൾ നടത്തി, അതിനുശേഷം പോയി ശരിക്കും മദ്യപിച്ചിട്ട് വന്നു ഈ പെൺകുട്ടിയെ, ഈ ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ കുട്ടി അവിടെ കണ്ടു പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അതിന്റെ പിതാവ് യഥാർത്ഥത്തിൽ ഇപ്പോ അയാളൊരു മാനസിക രോഗിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ആ രീതിയിലാണ് അയാൾ പോകുന്നത്. അയാളുടെ കരച്ചിലും ഇപ്പോഴും മാറിയിട്ടില്ല. ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി, അതുപോലെ തന്നെ അനുജനെയും കൊലപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ മദ്യവും കഴിച്ചിട്ട് മദ്യം വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പൊ അവിടെ മദ്യത്തിന്റെ ലഹരി ഉണ്ടല്ലോ. അപ്പൊ മദ്യത്തിന്റെ ലഹരിയിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് അവൻ അറിയാമല്ലോ. ഇതിന് ശേഷമാണ് ആ ഇരിക്കുന്ന നിലയിൽ കസേരയെ കൊണ്ടുവച്ചിട്ട് ഈ പെൺകുട്ടിയെ ഇതുപോലെ കൊല്ലുന്നത്, ക്രൂരമായിട്ട് അടിച്ചു കൊല്ലുകയാണ്. ഇത് അതിനോട് സ്നേഹമുള്ളവനാ ഒരുത്തനാകുന്നിരിക്കട്ടെ, മനസ്സിൽ അതിനോട് സ്നേഹമുണ്ടെങ്കിൽ അതിനൊന്ന് വെട്ടിക്കൊന്നാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഒരൊറ്റ വെട്ടിന് തട്ടിപ്പോവും, തീർന്നുപോയി. പക്ഷെ അതാണ് ഈ ചുറ്റിയിൽ വെച്ച് എൻ്റെ മുഖത്തും തലയിലും ഒക്കെ തുടരെ അങ്ങ് അടിക്കുകയാണ്. അത് വേദന കൊണ്ട് പൊളഞ്ഞ് എത്ര നേരം കഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ആ വേദന മുഖത്ത് കണ്ടുകൊണ്ട് ഇവനിത് ചെയ്യാൻ പറ്റുമോ? ഒരു സ്നേഹമുള്ളവൻ ഒരിക്കലും പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വളരെ ഓമനയായിട്ടുള്ള പിഞ്ചോമനയായിട്ടുള്ള ആ രണ്ടാമത്തെ കുട്ടി അവനെ ദാരുണമായിട്ട് കൊലപ്പെടുത്തുകയാണ്. ഇതേപോലെ ചുറ്റിയിൽ കൊണ്ട് അടിച്ചിട്ട് ആ കുഞ്ഞിനെ, അതിനെ ഈ കൊണ്ടു നടക്കുന്നതും അവന് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് പിതാവിനെ പോലെ അതിനെ അവൻ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവനാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ ഇതുപോലെ അതിനെ മുഖത്ത് അടിച്ച് കൊല്ലാൻ ഇവന് പറ്റുമോ? തലയിലടിച്ചു. അപ്പോ ഇതിന്റെ പുറയിൽ എന്തോ കാര്യങ്ങളുണ്ട്, നമ്മൾ കരുതുന്നൊന്നുമല്ല. പിന്നെ ഇത് ഇവന്റെ കയ്യിൽ നിന്ന് മാത്രമായിട്ട് ഇത് അന്വേഷിച്ച് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. വളരെ ഡിജിറ്റലായിട്ടുള്ള തെളിവുകൾ എടുക്കണം. ഇവന്റെ മൊബൈൽ ഫോൺ ഇതൊക്കെ പരിശോധിക്കണം, വിശദമായിട്ട് പരിശോധിക്കണം. ആ പരിശോധിച്ചതിന് ശേഷം അതിനെ ആരെയൊക്കെ അവൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അവൻ പറഞ്ഞേക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കണം, ഇതെല്ലാം അന്വേഷിക്കണം. പിന്നെ അവൻ പറയുന്നത് കടബാധ്യതയാണ്. അവൻ പറയുന്നത് കടബാധ്യത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാരായ നാട്ടിൽ അവന്റെ വീട്ടിൽ വന്ന് ശല്യം ചെയ്തു എന്നൊക്കെ പുറത്ത് ഇങ്ങനെ പറയപ്പെടുകയാണ്. അതൊക്കെ നമുക്ക് കേൾവി മാത്രമേ ഉള്ളൂ, നമുക്കറിയില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കണം. ഇത് അവിടെ ആരെങ്കിലും വന്നിരുന്നോ, കടക്കാരെങ്കിലും വന്ന് ഇവരെ ശല്യപ്പെടുത്തിയോ, ഇവന്റെ മാനസിക നില തെറ്റാൻ എങ്ങനെ, അതായത് സമചിത്തത തെറ്റാൻ എന്തെങ്കിലും കാര്യമുണ്ടായോ എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ ഒരുത്തനും സ്വന്തം മാതാവിനെ ഇങ്ങനെയില്ല. ആ മാതാവ് എന്ത് ചെയ്തിട്ടാണ്? ഒരു രോഗിയും കൂടാണ്. അവരുടെ ചികിത്സയ്ക്ക് പണമില്ല, അനുജന്റെ ഫീസ് അടയ്ക്കാൻ പണമില്ല. അത് ചോദിച്ചപ്പോൾ കൊടുത്തില്ലെന്നുള്ളതാണ് പിതൃ സഹോദരന്റെയും ഭാര്യയുടെയും അടുത്തുള്ള വിരോധം. അതുപോലെ തന്നെ അവന്റെ ഉമ്മ, അതായത് അവന്റെ പിതാവിന്റെ ഉമ്മ, അവരോടും ഉള്ള വിരോധം ഇതാണ്. 95 വയസ്സുകാരിയാണ്. അവന് ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ എടുത്തു കൊടുക്കും? പറ്റുന്നതല്ല. അത് നമ്മുടെ സമൂഹവും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ കടബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ, ഒരു ഡിഗ്നിഫൈഡ് ലൈഫ്, അന്തസ്സുള്ളൊരു ജീവിതം വേണം. അതിന് ആഡംബരം കാണിച്ചുകൊണ്ടുള്ള ജീവിതം പാടില്ല. യവന് ജോലിയൊന്നുമില്ല, പക്ഷേ 23 വയസ്സേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കണം, ഒരു ജോലി ചെയ്യാനുള്ള പ്രായമൊന്നും ആയില്ല. അവന് വിദേശത്തെങ്ങാനും പോയി ജോലി ചെയ്യുക, അവിടെ പോയിട്ട് അവൻ തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇവൻ പിതാവിന് പ്രത്യേക ഒരു സാഹചര്യമുണ്ട് കേട്ടോ, അത് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ മാതാപിതാക്കൾ അകന്നു കഴിയുന്ന മക്കളുണ്ട്, അവരുടെ കാര്യം എന്ന് പറയുന്നത് വളരെ ദുരിതമയമാണ്. ഈ മാതാവും പിതാവും വിവാഹമോചനം നടത്തുമ്പോൾ
വഴിയാധാരമാവുന്നത് കുഞ്ഞുങ്ങളാണ്. ഇവർ ഈ കുഞ്ഞുങ്ങളെ നിർമ്മിച്ചതിന് ശേഷം വിവാഹമോചനം അങ്ങനെ വേണ്ടി പിരിഞ്ഞു പോവുകയാണ്. അവൻ അവളെ വേണ്ട, അവൾക്ക് അവനെ വേണ്ട. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി പോവും. അവിടെ പോകുമ്പോൾ ഈ നശിക്കപ്പെടുന്ന തലമുറ എന്ന് പറയുന്ന നശിപ്പിക്കപ്പെടുന്ന തലമുറ ഈ കുഞ്ഞുങ്ങളുടേതാണ്. അത് ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ കുഞ്ഞുങ്ങളുടെ വേദന? അത് അവരുടെ അടുത്ത് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അച്ഛനെയാണോ അമ്മയാണോ വേണ്ടേ? എനിക്ക് അച്ഛനെയും അമ്മയും വേണം. അവർ പറയും. ഈ ബെൽറ്റ് കൊണ്ടടിക്കുന്ന തന്തയല്ല, അങ്ങനെയുള്ളവരല്ലാതെ അവരെ സ്നേഹിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഒരു സുപ്രഭാതത്തിൽ ഇവർ പിരിഞ്ഞു പോവുകയാണ്. ഇവർ വഴിയിലാണ്, തെരുവിലാണ്. ആ രീതിയിലേക്ക് പോവും. ആ കുഞ്ഞുങ്ങളുടെ ബാല്യം എന്ന് പറയുന്ന അശാന്തി നിറഞ്ഞതായിരിക്കും. അവന്റെ ജീവിതം അശാന്തി നിറഞ്ഞതായിട്ട് മാറും. അവസാനം അവൻ ക്രിമിനലായിട്ട് മാറാൻ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം അവനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ഇവിടെ ഈ അഫാന്റെ വാപ്പ, അയാള് ഇപ്പോ സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അയാൾക്ക് കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെ വരാൻ പറ്റുന്നില്ല. അതിന്റെ കാര്യം എന്തെന്നറിയാം, അയാൾക്ക് ട്രാവൽ ബാനാണ്. കടബാധ്യത കാരണം ട്രാവൽ ബാനായിരുന്നു സൗദി അറേബ്യയിൽ. അങ്ങനെ അയാൾ വന്നിട്ടില്ല. അപ്പോൾ അയാളുടെ പ്രസൻസ് ഇവിടെ ഇല്ല. ഇവൻ ആരെ ഭയക്കണം? ഇവനെ ആകെ കൺട്രോൾ ചെയ്തിരുന്നത് അയാളുടെ സഹോദരനാണ്. അതായത് ഈ പിതാവിന്റെ സഹോദരൻ. അയാളെ ഗുണദോഷിക്കുന്നതെല്ലാം ഇവന് വിരോധമായിട്ട് മാറും. ഇവന്റെ പേരിൽ വൈരാഗ്യമായിട്ട് ഇങ്ങനെ മാറുകയാണ്. ഇവനതാത്തൊന്നും വന്നേ അയാൾ നല്ല കാര്യം പറഞ്ഞാലും വലിയ പ്രശ്നമാകും. ഈ ഫർസാനായിട്ടുള്ള ബന്ധം അതിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നത് അതിന് അയാളെ അവനെ ഗുണദോഷിച്ചിട്ടുണ്ട്. അതിൽ അവന് വിരോധമുണ്ട്. പിന്നെ അയാൾ പണം കൊടുക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ നേരത്തെ പണം കൊടുത്തിട്ടുണ്ട്. 1-2 ലക്ഷം രൂപ അയാൾ നേരത്തെ കൊടുത്തതാണ്. എന്നും ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യമില്ലേ? അപ്പോൾ ഇവൻ പോയി ചോദിക്കുമ്പോഴെല്ലാം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വൈരാഗ്യങ്ങൾ കൊണ്ട് അവന് സമചിത്തത നഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്തതാണ് എന്ന് കരുതാൻ നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് പറയാം. പക്ഷേ അതെനിക്കൊരു വിശ്വാസയോഗ്യമായ ഒരു കാരണമായിട്ട് തോന്നുന്നില്ല. ഇതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് ദുരൂഹതകളുണ്ട്. അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അത് ആലോചിക്കണം. പിന്നെ ഈ ബാല്യം ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ പിതാവിനെ കഴിഞ്ഞ 7 വർഷമായിട്ട്, അതായത് ഇപ്പൊ ഇവന് 23 വയസ്സുണ്ട്. അപ്പൊ അവന്റെ 16 വയസ്സ് മുതൽ അയാളെ ഇവന് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അയാൾക്ക് വരാൻ പറ്റുന്നില്ല. അതിൽ അവന് വളരെ ഉത്കണ്ഠ ഉണ്ടാവും, ആൻസൈറ്റി ധാരാളം ഉണ്ടാവും. അത് മാത്രമല്ല, അത് ഡിപ്രഷനിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് കണക്കാക്കിയെടുക്കണം.